ഡെഡ് ബോഡി താത്തു വെക്കണേ. സന്തോഷം ഇപ്പുറത്ത് പോകാം. ഡെഡ് ബോഡി താത്തു പെട്ടിക്കത് ഇറക്കി വെക്കാം. രണ്ടുപേരും അപ്പുറത്ത് പോകാം. ഇപ്പുറത്ത് പോകാം. ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്യും. ഇവിടെ നീ അവിടെ ഇവിടെ മൊത്തത്തിൽ പൊക്കെ ഇല്ലല്ലോ. ഇവിടെ പൊക്കറ്റാ ഓടിച്ചു മാറ്റുക. രണ്ടു വശം കൂടെ ഒരുപോലെ പിടിക്കാനും താഴും. രണ്ടു വശം കൂടെ ഒരുപോലെ പറഞ്ഞു കൊടുത്താൽ മൊത്തം താക്കണം. നടക്കത്തെ പണി കൊണ്ട് എടുക്കണം. ബിജു 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 അവിടെ വെക്കാം. അവിടെ പെട്ടെന്ന് പെട്ടെന്ന് പറയാം. നീ അങ്ങോട്ട് നീക്കണ്ടേ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. കാലേ കെട്ടുണ്ടെങ്കിൽ അയച്ചേക്കണേ. കാലേ കെട്ടുണ്ടെങ്കിൽ അയച്ചേക്കണം. കാലയിലെ കെട്ടം അയച്ചു മൂടിയത്. അയച്ചു കെട്ടും. ഒരു വെള്ള ശ്വാസപ്പാ വെച്ചിട്ട് ബാക്കിയെല്ലാം അല്ല ഇത് വിരിച്ചോ? ഇതങ്ങ് വിരിച്ചോ? കൈ സൈഡിലോട്ടാക്കി അതിന് അവിടെ മാത്രം കളഞ്ഞിരിക്കുന്നത്. അവിടെ താന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരെണ്ണം താന്നിട്ടില്ല കേട്ടോ. അല്ല ആ സൈഡ് താന്നിട്ട് ഇവിടെ കളഞ്ഞിട്ട് ഈ ഭാഗത്ത് പല ആ സൈഡിൽ കൂടെ പിടിക്കൂല. എടാ ജീവിച്ച് ഓടണം. ഇവിടെ എല്ലാവർക്കും ഇപ്പം പിന്നെ വെട്ടിക്കൊണ്ട് പോകും. ഇപ്പോൾ ഒരു മാസം കൊണ്ട് പൊങ്ങിയിട്ട് ഒരു മാസം കൊണ്ട് പൊങ്ങാൻ പറ്റും. പൊങ്ങുന്നതിനും അങ്ങനെയുണ്ടോ? എല്ലാ ദിവസവും പൊങ്ങുന്നുണ്ട്. കൈ താത്തു വെക്കാം. കൈ മാത്രമല്ല പൊങ്ങുന്നത്, ദിവസവും പോകും. പിന്നെ തോന്നില്ല. കണ്ടടിച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെ വരും. ഇവിടെ എന്താ വടാ നീ അച്ഛന്മാർക്ക് ശല്യം ഉണ്ടാക്കാറ്? ആ മതി. ഓൺ ചെയ്തു. അച്ഛനെ അങ്ങോട്ട് ആ തലയെ തടഞ്ഞു അവിടെ ആൻറ്റി അവിടെ നിന്ന് മാറാം. എന്നിട്ട് ആ കസേര അങ്ങോട്ട് ചേർത്തിട. എന്നിട്ട് അവിടെ അനുശോചനം കൊടുക്ക് പെട്ടെന്ന്. എന്നോട് ചോദിച്ചിട്ടാണോ? ബിജുവേ അവനെ സ്റ്റാൻഡ് ആദ്യം ഒന്ന് കൊണ്ടുപോവാ. സ്റ്റാൻഡ് അതെ നിങ്ങൾ ഒക്കെ വെക്കുന്നു. ഇല്ല അവിടോട്ടങ്ങ് വെച്ചു. നടുക്കോട്ടങ്ങ് വെച്ചു.
അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കർത്തദാസരുടെ യാത്രയെ ശുശ്രൂഷിക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുവാനൊക്കെ വേണം എഴുന്നള്ളിയിട്ടുണ്ട്. പിതാവിന്റെ കാർമ്മികത്വത്തിൽ ഇപ്പോൾ ശുശ്രൂഷകൾ കണ്ടതാണ്. പള്ളികൾക്കൂടെ എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കണം. സ്ത്രീകൾ തലയിൽ മൂടുപെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. പള്ളികൾക്ക് ആരും പാദരക്ഷ ഉപയോഗിക്കരുത്. ദയവായി വേണ്ടി ഞാൻ ഓർപ്പിക്കുകയാണ്, പുറത്തു നിന്ന് ആരും സംസാരിക്കുവാനിടയാകരുത്. ഈ കർത്തദാസ യാത്രയെ തക്കവണ്ണം എല്ലാവരും ഒന്നുചേർന്ന് തുടർന്ന് പ്രാർത്ഥനകളിൽ പങ്കാളികളാകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ കർത്തദാസയുടെ വേർപാടിൽ ഇടവകയുടേതായ അനുശോചനം അറിയിച്ചുകൊണ്ട് ഇടവയ്ക്ക് വേണ്ടി ട്രസ്റ്റി പ്രദർശനത്തിൽ പൂച്ചെണ്ട് സമർപ്പിക്കുന്നു. ഈ കർത്തദാസിയും കുടുംബാംഗങ്ങളും കൂടി നടന്ന കൗഭാഗം പ്രാർത്ഥനയോഗത്തിന് വേണ്ടി പ്രാർത്ഥനയോഗത്തിന്റെ സെക്രട്ടറി പ്രദർശനത്തിൽ പൂച്ചെണ്ട് സമർപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ. പരീക്ഷകൾ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യശക്തി മഹത്വം എന്നേക്ക് നിനക്കുവാങ്ങി. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ വേർപെട്ട് ഈ വ്യർത്ഥലോകത്തിന് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും സന്തോഷവും ആനന്ദവും എന്ന സ്ഥലങ്ങളിലേക്ക് ഉയർന്ന ദിവസം വരെ നിന്റെ പരിശുദ്ധ മാലാഹനം എഴുതപ്പെടുവാൻ സംഗതിയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായുള്ളവേ, ഈ ആത്മാവ് മുഖപ്രസാദത്തോടെ അവിടെ നിന്നെ എതിരേൽക്കുമാറാകണമേ. ഹോശോ പൂകട്ടൻ പ്രാർത്ഥന തിരുമുമ്പേ ഹാലേലൂയ ശ്രദ്ധിച്ചിടണമെൻ യാചനയെ. ചിന്തിച്ചേൻ പിടിയതിൽ വീണവരെ പോ ഹാലേലൂയ തുണയത്തുന്നവനെ ഓലായി ഞാൻ പാർക്കുമോ. ശോല പോല പുറവൽ റൂഹാദീശോ ഹൃദയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾ പ്രധാനന്മാരിൽ ഉൾക്കൊണ്ടോരിരഞ്ജരമയം മോചനമേകം തിരുരക്തമതം നിങ്ങളെ തേടും വലഭാവേ. നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭുവും മനുഷ്യരുമാണ് നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ യോഗ്യരായി തീരണമേ.
ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവരുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് ഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളും ആകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകരായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് ലോകത്തിലേക്ക് നീക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കൾ രക്ഷയും മരണമില്ലായ്മയും അവനെ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പനപ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരുലോകത്തിനും പരിഹാരിയുമായി തോന്നുകയും ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ ഏർപ്പെട്ട് യാത്രയായിരിക്കുന്ന ഈ നിരദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാനമാരാധമാർ മൂലം ഈ നിരദാസിയുടെ ആത്മാവിനെ നീ സംരക്ഷിക്കണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഈ ദാസിയുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആയുധനാളിയുടെ ബന്ധനത്തിൽ അതിനെ കൊടുക്കണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഈ ദാസിക്ക് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയായവരുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഈ ദാസിയുടെ തെറ്റുകളെ നിന്റെ ദൈവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവരുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കയെ നീട്ടിക്കൊടുത്ത് രണ്ടാം വർണ്ണമാകുന്ന ചുഴിയിൽ നിന്ന് ഈ ദാസിയെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവരെ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഇവിടങ്ങളിൽ നിന്ന് ഈ ദാസിയെ രക്ഷിച്ചുകൊള്ളണമേ. ഇവരുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ ഇവിടെ നിഗ്രഹിക്കരുത്. തിരുസന്നിധിയിൽ സർവ്വ കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്കുവേണ്ടിയുണ്ടായ നിന്റെ അനുഭവ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവരുടെ മേലുദിക്കുമാറാകണമേ. ഒരു വിശ്വസിച്ചതായ ജയമുള്ള ശ്രീഭ ഇവർക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ രചിച്ചു പോകണം നിന്റെ കരുണയിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിലെത്തുന്നതുവരെ ഈ നിരദാസിക്ക് കോട്ടയുമനിയായും കാവൽക്കാരനും സഹായിയുമായിരിക്കണമേ. അവിടെ ആത്മനില മഹിമയിലുള്ള ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ വഴിയിൽ ശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, എന്റെ ആരാധനരായിട്ടുള്ള എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിക്കാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും പ്രാണവതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്ന നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് മേൽസ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മഷിഹായുള്ള പ്രത്യാശി മുൻകൂട്ടി
നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും അമനീയമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നതിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയിലെ ജാതീയമായ പ്രസന്ന മുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വദാസനുമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ കൂത്തമ്മയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ദൈവത്തിനാണ് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് നേക്കുന്ന കൈകൊള്ളമാവട്ടെ. വേഗം വന്നെത്തിയിടണം നാഥാനിന്റെ മുമ്പിൽ എൻ ജൈവാന്ത്യമടക്കുമ്പോൾ എന്നാത്മാവിൻ ധർമ്മങ്ങൾ പ്രതിദാനം നേരിടുമ്പോൾ തുണയാവിൽ എന്നെ തങ്ങൾ പൊന്നിനു വിലയില്ലവിടങ്ങൾ അങ്ങീശോയാം ദേവേശ വിധിപീഠത്തിലിരിക്കുന്നു ധനികനുദീനതയില്ലെങ്കിൽ ധനമാലംബം നൽകില്ല ദീനനു ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകീട വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ള പത്രമധ്യം നേരുവാൻ ഞങ്ങളെല്ലാ മഹാനയാസമയാക്കിയേ Amen.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാകുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവരക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗക്കാരനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. സ്വർഗരാജൻ മണവാളന്റെ എതിരേറ്റനായിട്ട് ദൈവലക്ഷങ്ങൾ പുറപ്പെട്ടവർക്ക് സദൃശമായിരിക്കും. അവർ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനരുമായിരുന്നു. ബുദ്ധിഹീനങ്ങൾ ദൈവക്ഷത്തിൽ ഓടിയെടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ ദൈവക്ഷോട് പ്രാർത്ഥനയെടുത്തു. മണവാളൻ താമസിച്ചുകൊണ്ട് അവരെല്ലാവരും മന്ദിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവരെതിരെ പുറപ്പെടുന്ന കൂടിയുണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദൈവക്ഷത്തെ അറിയിച്ചു. ആ ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ ദൈവക്ഷ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ ധരിക്കാന്ന് പറഞ്ഞു. ആ ബുദ്ധിമതി മറുപടിയായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മതിയാകാവുന്നേക്കാം, നിങ്ങൾ രക്ഷകർത്താവിനടുത്ത് പോയി വാങ്ങുമെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നു. അവനോട് വ്യത്യസ്തം പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. കൊടുക്കാമല്ലേ കന്യമാരും വന്ന് പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നിടണമെന്ന് പറഞ്ഞു. അനന്തരമായിട്ട് അവരോട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായി ചെയ്തു. ഈ അനുഗ്രഹ
അനുഗ്രഹമായ ശുശ്രൂഷ സംബന്ധിക്കുന്ന കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരുമായ അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതം നയിച്ച് അനുഗ്രഹകരമായ സ്വഭാവജീവിതം നയിച്ച് ഒരു ദീർഘകാല അധ്യാപികയായിരുന്നു ദൈവത്തിന്റെ കടന്നു പോകുന്ന വ്രതദാസിയെ യാത്രയക്കുമ്പോൾ ഒട്ടേറെ ഓർമ്മകൾ, നല്ല അനുഭവങ്ങളും സ്മരണകളും ഈ രാത്രി പ്രിയപ്പെട്ടവരുടെ ഈ കുർബാനകൾ അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നു പോകുമെന്ന് വിശ്വസിക്കുന്നു. ഉത്തമയായ കുടുംബസ്ഥല നിലയിലും അധ്യാപക നിലയിലും അനേകം നമുക്ക് നല്ല സ്വാധീനം ചെലുത്തി അനേകർക്ക് മാതൃകയായി തീർന്ന ഈ രാത്രി ജീവിതത്തിന് കടന്നു പോകുന്നു. ആരുടെയും വേർപാട് നമുക്ക് ദുഃഖകരമാണ്. പ്രത്യേകിച്ച് ഒരു മാതാവിന്റെ വേർപാടെന്ന് പറയുമ്പോൾ അതിന്റെ വേദന ഏറെയാണെങ്കിലും ദൈവത്തിലുള്ള പ്രത്യാശ നമ്മൾ ധൈര്യപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധമായ പരിലോകത്തിന്റെ ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കും. സാധാരണ ജീവിത കാലഘട്ടത്തേക്കാൾ ഒരുപടി കൂടി ദൈവത്തിലേക്ക് അടുക്കുന്ന ദിവസങ്ങളും അനുഭവങ്ങളുമാണ് ലോകത്തിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ദൈവപ്രഭാവത്തിൽ ദിവസത്തിന് കടന്നുപോയിരിക്കുന്നത് ഈ പരിശുദ്ധമായ ലോകത്തിന്റെ ദിവസങ്ങളിൽ ലോകത്തിന്റെ ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി അതിൽ നിന്നും വിമുക്തയായി സ്വതന്ത്രയായി ദൈവത്തിലേക്ക് ഇന്നാണ് കടന്നുപോയിരിക്കുന്നു. ആ വലിയ വിശ്വാസം നമ്മെ പ്രത്യാശയിൽ നിലനിർത്തലും പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിന്റെ വേർപാടുകളിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരെയും ദൈവത്തെ ആശ്വസിപ്പിക്കുകയും പ്രത്യേകമായ പ്രത്യാശയിൽ നിലനിർത്തുകയും ഈ മാതാവിന്റെ സന്ധിയിൽ സ്വീകാര്യമായ ലഭിക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും സംഘത്തോടും കൂടി ഒന്നുമാകുന്നുണ്ട്. ദൈവത്തിനെ ദൈവികമായ ശബ്ദത്തിൽ വർഗത്തിന്റെ ദാസജീവനായി നിന്നോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിർവഹിച്ചിരിക്കുന്നവരും അവിടുത്തെ കരുണയ്ക്കായി വാദിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി അവിടുത്തെ കരുണയും പാപമോചനം അവർക്ക് നൽകപ്പെടുവാനായി നിങ്ങൾ അപേക്ഷിക്കുന്നു.
Dami
നിന്റെ ഉത്തരവിന് സമാധാനം, നിന്റെ വക്കാലങ്ങൾ സംതൃപ്തി ഉണ്ടാകട്ടെ. നിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ നീക്കം ഞാൻ നിന്നെ അന്വേഷിക്കും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവന് ഞങ്ങളുടെ വീർപ്പിനെ വരുവാൻ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധത്തെ വചിപ്പിക്കണമേ. മേലുള്ളവരെ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്ന പോലെ ബലഹീനന്മാർ മണ്ണിൽ സ്തുതിച്ചു പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തി വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ വരേക്കുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും ഭവിഷ്യനുമായ ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ോടിക്കുന്നവനെ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എല്ലാ കാലം ഞങ്ങൾ ജോലിയോട് എന്നേക്കും വാഴ്ത്തപ്പെടുന്നു. നിത്യമായ ദർശനം സ്തുതിക്കുകയും ചെയ്യും. സ്തുതിക്ക് യോഗ്യമാകുന്നു, മാതൃകമാകുന്നു കർത്തന്റെയോ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ചേർച്ചയാകുന്നു. ആമേൻ. മോറാനേശ്വര ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കൃപ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി.
പൂർണ്ണതയോടെ വേദനക്ക് സമാധാനം. സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രൻ സ്ഥലത്തെ ജയിപ്പിക്കുന്ന കർത്താവും മാമോദിസത്തിനെ മാമോദിസ അനുഗ്രഹിക്കപ്പെട്ടവരെ ശുശ്രൂഷ ഇവിടെ സമാപിക്കുകയാണ്. ഈ യാത്രയിൽ ശുശ്രൂഷിക്കുക പ്രധാന കാർമ്മിക പ്രവചനം അനുഗ്രഹിച്ച അഭിനയ ദിവസമായ നന്ദിയും ഭക്തിയാദരങ്ങളും പ്രത്യേകമായിട്ട് തെരഞ്ഞെടുപ്പ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇടവഴിക്ക് വേണ്ടിയും അറിയിക്കുന്നു. ഈ സംസ്കാര ശുശ്രൂഷയ്ക്ക് സഹകാർമ്മികരായിരുന്ന എല്ലാ വന്യ സഹോദരങ്ങളോടും ഉള്ള നന്ദി ഈ അവസ്ഥയിൽ അറിയിക്കുന്നു. ഈ കർത്തദാസയുടെ വേർപാടിന്റെ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഈ നിമിഷം വരെയും ഭവനത്തിലെത്തി എല്ലാവരെയും ആശ്വാസം അറിയിച്ച് അനുശോചനം അറിയിച്ച എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു വാർത്തക്കണം. ഈ കർത്തദാസയുടെ സന്തോഷം അറിയിക്കുന്നു. സന്തോഷം എല്ലാവർക്കും ഒരുപാട് ഷാഹി ഒരുപാട് നന്ദി പറയും. തിരുമേനി വന്യ വലിയ സ്പെഷ്യലി തിയേറ്ററിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഒന്ന് പങ്കെടുക്കുകയും ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തെന്ന എല്ലാവരോടുള്ള ഞാൻ ഈ സമയത്ത് അയക്കുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കാർമ്മികത്വം വഹിച്ച തിരുമേനിയോടും വന്യ വൈദികരോടും കുടുംബത്തിന് വേണ്ടിയുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. സംസ്കരിക്കുവാനാണ് വാതുവഴി ഇറങ്ങി വലതുവശത്ത് ചേർന്നാണ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അവിടേക്ക് എല്ലാവരും പോകുന്ന കാര്യം പറയുന്നു. അല്ല അങ്ങോട്ട് ചെയ്യണേ, നിങ്ങൾ അങ്ങോട്ട് ചെയ്യും. മനെ ഇതൊന്ന് വരച്ചു വിട്ടണം. വേറെ വഴിയില്ല, നീ എന്റെ കൂടെ ശുഭമോടോ
ാലും ജീവൻ കൽപ്പിച്ച നീജന്നപ്പോഴായിരോ സുജീവിക്കമൃതരഞ്ജത്തിൽ ജീവിക്കുന്നില്ല സന്ധ്യവുമേകരിക്കേണ്ടുതയും ജീവനുമേകണം ദൈവസുതൻ ഞാനെന്നു അങ്ങനെ പിടിക്കരുത്. പെട്ടി പൊക്കി ഇവിടെ കൊണ്ടുവെക്കണം. സെൻട്രിൽ കൊണ്ടുവന്നിട്ട് ഒരുപോലെ പിടിക്കും. ശ്രദ്ധിക്കണം. ചെറുക്കോശം വേണം ഉണ്ടാക്കാൻ ആദ്യം കേട്ടോ. കയറ് സൈഡിലിടണം. എടുക്കുന്നില്ല. സൈഡിലിടാം. വീട്ടിൽ പുറത്ത് വീഴാം. മക്കളിലതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാര് ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ ജീവൻ ഏവർക്കും നൽകുന്നു. അവരവരോട് എഴുന്നേറ്റു തീരുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെല്ലാം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാനെന്നവൻ ജീവിപ്പാൻ അങ്ങത്തെട്ടു മരിച്ചത് ഞാനെന്നും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ, നിനക്ക് സ്തുതി കർത്താവേ. നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമെന്ന് ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് ഞങ്ങളെ ആത്മരിച്ചവർക്ക് പരിഹാരം നൽകണമേ. വിശ്വാസത്തോടെ നിങ്ങളുടെ ചെറുതാർജിക്കുന്ന ഈ ദാസിക്ക് ബഹുപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവീയ യോഗ്യതയോടും കൂടി ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ നിർവാസിക്കുന്ന ഈ വിശിഹായുടെ ദാസിയെ ദൈവം നിർമ്മലമായ തൃക്കയിൽ അംഗീകരിക്കുവാൻ എന്ന് നമുക്കെല്ലാവരും കൂടി അവിടുത്തെ എന്നോട് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണ്ണമായ ഉന്നതസ്ഥാനികൾക്ക് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവുകൾക്ക് നൽകുമാറാകട്ടെ. കണ്ണുകളാൽ കാണുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യറിയത്തിൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അവരിക്കുന്ന വാഗ്ദാനം കർത്താവ് ഇവർക്ക് നിവർത്തിക്കുമാറാകട്ടെ. കർത്താവയുടെ പാപങ്ങൾ ഗ്രഹിക്കുകയും തെറ്റു ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണ്ണമായി ലോകത്തിൽ വെച്ച് ഇവൾ ചെയ്തുകൊണ്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം മായ്ച്ചുകളെയും തന്റെ മഹാകരുണയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാർ കരുണ ചെയ്യുന്നതായ സമയത്ത് ഇവളിലും കരുണ ചെയ്യുമാറാകട്ടെ. കൃപാലുമായി തന്നെ കോപിച്ച ദുഷ്ടന്മാരുടെ ദൈവം പ്രതികാരം ചെയ്യുന്ന സമയത്ത് കരുണ ആവശ്യമായി വരുന്ന ആ ദിവസത്തിൽ ഇവളിൽ കരുണ ചെയ്യട്ടെ. ദൈവം നല്ല വിശുദ്ധന്മാരുടെയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇവളെ ആനന്ദിപ്പിക്കട്ടെ. ആ ദർജനാൽ ആസനോടുകൂടെ ഇവിടെ ദൈവം ആനന്ദിപ്പിക്കട്ടെ. കാർമ്മികമാവുന്ന എണ്ണ കൊണ്ട് ദിവീശ്വരൻ കെട്ടുപാട് സൃഷ്ടിച്ച ബുദ്ധിമതികളായ
ആ 5 കന്യകമാരോടൊപ്പം ഇവളെയും ആനന്ദിപ്പിക്കുമാറാകട്ടെ. തങ്ങളുടെ അരികിൽ നിന്നുള്ള ഇവരുടെ വേർപാടിൽ വിലവിശ്വസിക്കും. ഇവിടെ അവശേഷിച്ചിരിക്കുന്നത് നിശ്ചയാപുരാൻ കർണിയോടെ ആശ്വസിച്ച് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. കർത്താവോടെ മൂത്തുന്ന കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് നീർന്ന വേദനയും നീക്കിക്കളഞ്ഞ് അവരുടെയും സത്യമുദ്ര പതിക്കുമാറാകട്ടെ. നാസിന്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരികൾക്ക് പോലും സന്തോഷിപ്പിക്കുവാനാതെയും ഇവരുടെ വേർപാടിപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കട്ടെ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും ഹൃദയത്തിൽ നിന്ന് കണ്ണ പിൻവലിക്കരുത്. വിരുദ്ധഭവനത്തിൽ പോകുന്നതിനേക്കാളും വിലാഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പണികൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവെടുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിൽ നിങ്ങൾക്ക് സമാധാനം ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്നെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമശിഹാ നിങ്ങൾക്ക് ഉത്തരമരണം ഐശ്വര്യപൂർണമായ തന്റെ ശ്രീമണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി ഐശ്വര്യം ചെയ്യും. എന്റെ യാചനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാർപ്പത്തിന് മുമ്പേ ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അനുഭവിച്ചുകൊള്ളുകയും എന്ന് അരുളി ചെയ്യുന്ന സന്തോഷപൂർണ്ണ ശബ്ദങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളെയും നിങ്ങളുടെ പരിഹരിയും തന്റെ സംസാരിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ ദാസിയുടെ പാപം കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിടെ അതിന്റെ വർത്തവാദം പിടിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവരുടെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവരുടെ വാസവും ആനന്ദമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ കന്യാമറിയാമിന്റെയും സർവശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലെല്ലാം സാധിക്കുമാറാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ജനത്തിനെതിരാവിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധനകളെ ഹൃദയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ എന്നേക്കും 2 ലോകങ്ങളിലുണ്ടാകുകയും ചെയ്യുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകും. ആത്മീയമായ ഈ ശാസ്ത്രസ്ഥാന ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച എല്ലാവരെയും ദൈവമാർക്കം വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാണ്. ദൈവമായ നിങ്ങൾക്ക് വിശ്വാസങ്ങളെ ഉണ്ടാവുകയായിരുന്നതാണ്. പിതാവും പുത്രനും പരിശുദ്ധമായുമായുള്ളത് ബലഹീനവും കുറവുള്ള നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നതമായ സിംഹാസനമുണ്ടാകും. അംഗീകരിക്കുന്നതിലേക്ക് കാത്തുമാറാം. പശു പുനഃസ്വാനോർമി ഞങ്ങളോട് പരിശുദ്ധമായ സംബന്ധമാർക്കുമെല്ലാവർക്കും നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്നോട് ഈ ദാസോടുകൂടി വിശ്വാസവാൻകളോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് നേരത്തെ ഉണ്ടായിരിക്കുമാറാകട്ടെ. സംസ്കാര ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ടും ഈ കർത്തദാസിയെ ഓർക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അറിയാവുന്ന എല്ലാവർക്കും പ്രതികരിച്ചിരിക്കുന്ന റെപ്രസെന്റേറ്റീവ് കൂടി പങ്കെടുത്തതിന് ശേഷം തിരിഞ്ഞു പോകാവും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അല്ല വർക്കുണ്ടെങ്കിൽ വരുമോ? ആരുടെ ഇല്ല അതെവിടെയും സ്ഥാപനം നിൽക്കാനായിട്ട് സ്വന്തമായിട്ടാണെങ്കിൽ സമാധാനമുണ്ട് അല്ലേ?
Sure.